നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്ന് വെച്ചാ അത് ഈ ജന്മം നടക്കില്ലെന്നല്ലേ? കൊച്ചേട്ടാ ഒന്ന് സമാധാനപ്പെട്. അവൻ അങ്ങനെയൊന്നല്ല ഉദ്ദേശിച്ചത്. അവൻ എങ്ങനെ ഉദ്ദേശിച്ചാലും അത് എന്റെ വിഷയമല്ല. എനിക്ക് വലുത് എന്റെ മോളുടെ ഭാവിയാണെന്ന് 1000 വട്ടം ഞാൻ പറഞ്ഞതാ. അതിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്നും ഇവൻ കല്യാണത്തിന് സമ്മതിച്ചത് 100 മനസ്സോടെയാണെന്നും നീയല്ലേ കമലാക്ഷി എനിക്ക് വാക്ക് തന്നത്? നിന്നെ വിശ്വസിച്ചല്ലേ ഞാൻ എന്റെ കൊച്ചിനെ അന്ന് കതിർ മണ്ഡപത്തിൽ എത്തിച്ചത്. അതിന് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന നമ്മൾ ആരെങ്കിലും സ്വപ്നത്തിൽ പോലും ഓർത്തോ കൊച്ചേട്ടാ? ശരി, സമ്മതിച്ചു. സ്വപ്നത്തിൽ പോലും ഓർക്കാത്ത കാര്യങ്ങളാ അവിടെ നടന്നത്. അത് കഴിഞ്ഞില്ലേ? ഇവൻ നിരപരാധിയാണെന്ന് തെളിയുകയും ചെയ്തു. ഇനി എന്താ പ്രശ്നം? ഈ കല്യാണം നടത്തിക്കൂടെ? ഞങ്ങൾക്കില്ലാത്ത എന്ത് പ്രശ്നമാ നിങ്ങൾക്കുള്ളത്? പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല അമ്മാവ. വീണ്ടും ഒരു കല്യാണത്തിന് പറ്റിയ മാനസികാവസ്ഥയിലല്ല ഞാനിപ്പോ. നിന്റെ മാനസികാവസ്ഥയ്ക്കനുസരിച്ച് നിനക്ക് പന്ത് തട്ടാനുള്ളതല്ല എന്റെ മകളുടെ ജീവിതം. നിനക്ക് ഇവളെ വേണ്ടെങ്കിൽ ഇപ്പൊ പറ. കൊള്ളാന്നുള്ള വേറെ ഏതെങ്കിലും ആമ്പിള്ളേരെ കണ്ടുപിടിച്ച് എനിക്ക് ഇവളുടെ കല്യാണം നടത്തണം. കൊരങ്ങനെ പോലെ ചാഞ്ചാടുന്ന നിന്റെ മനസ്സും വിശ്വസിച്ച് ഞങ്ങൾക്ക് ഇനി കാത്തിരിക്കാൻ പറ്റില്ല. കൊച്ചേട്ടാ ഒന്ന് തഞ്ചപ്പെട്. പറ്റത്തില്ല കമലാക്ഷി, എനിക്ക് പറ്റത്തില്ല. ഇന്ന് ഇതിനൊരു തീരുമാനം എനിക്ക് അറിയണം. നിന്റെ പിന്നാലെ ഇങ്ങനെ കരഞ്ഞു പറഞ്ഞു നടക്കാൻ എന്റെ പെണ്ണ് കെട്ടാച്ചരക്കൊന്നുമല്ല. നിനക്ക് വേണമെങ്കിൽ മതിയടാ, ഞങ്ങൾക്ക് യാതൊരു നിർബന്ധവും ഇല്ല. അച്ഛാ, എന്താടി എനിക്ക് നിനക്ക്? എനിക്ക് സുനീഷേട്ടനോടൊന്ന് സംസാരിക്കണം. എന്താ നിനക്ക് പറയാനല്ലേ? നമ്മളെക്കുറിച്ച് തന്നെയാ. 1 മാസമോ 1 വർഷമോ ഒന്നും അല്ല ഞാൻ സുനീഷേട്ടന് വേണ്ടി മാറ്റിവെച്ചത്. എന്റെ ജന്മം തന്നെയാ. ഞാൻ സുനീഷേട്ടനെ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്. ഇത് നീ പറഞ്ഞ ഒരുപാട് തവണ ഞാൻ കേട്ടിട്ടുള്ളതാ. എന്നാ ഇതുവരെ കേൾക്കാത്തൊരു കാര്യം ഞാൻ പറയട്ടെ. പറ. നീ എന്തൊക്കെയാ ശ്രീലത ഈ പറയണേ? സത്യങ്ങൾ. എന്റെ മനസ്സിന്റെ നേരെ ഇനിയെങ്കിലും സുനീഷേട്ടൻ തിരിച്ചറിയണം. അല്ലെങ്കിൽ എന്റെ ഈ ജന്മം വെറുതെ ആയി പോകും. അവരകത്ത് കയറിയിട്ട് ഒരുപാട് നേരം ആയല്ലോ കമലാക്ഷി. പെണ്ണ് സംസാരിച്ച് കുളമാക്കുമെന്നാ എന്റെ ഒരു പേടി. കൊച്ചേട്ടൻ പേടിക്കണ്ട. ആരെന്ത് കൊളവാക്കിയാലും ഞാൻ ഈ കല്യാണം നടത്തും. അതിനി അവനെ പിടിച്ച് കെട്ടിയിട്ടിട്ടാണെങ്കിലും ഞാൻ അവളുടെ കഴുത്തിൽ താലി കെട്ടിക്കും. ഇനിയിപ്പോ ഇതെന്റെ ഒരു വാശി കൂടിയാ കൊച്ചേട്ടാ. അവളോടുള്ള വാശി, ആ തല തെറിച്ച തെമ്മാടി ആതിരോടുള്ള വാശി. എന്തായി സംസാരിച്ചിട്ട്?
ഒരു തീരുമാനം എടുത്തോ? എടുത്തു. ഞങ്ങൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. പേടിക്കണ്ട, ഇനി ഈ കാര്യത്തിൽ മാറ്റം ഉണ്ടാവില്ല. ഞങ്ങൾ പൂർണ്ണ മനസ്സോടെടുത്ത തീരുമാനം. അതെ, എത്രയും പെട്ടെന്ന് പുതിയ തീയതി നിശ്ചയിക്കണം. സ്ഥലവും സമയവും തീരുമാനിക്കണം. എനിക്കറിയായിരുന്നു എല്ലാം നല്ലതായിട്ട് കലാശിക്കുമെന്ന്. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ദൈവം എന്നെ കൈവിടില്ലാന്ന്. ചെട്ടിയാരില്ലേ ഇവിടെ? എന്താ പുതിയ വല്ല കേസും കൊണ്ട് വന്നതാണോ? ആ അതെ, പുതിയൊരു കല്യാണ കേസ്. ചെക്കനും പെണ്ണും പഴയത് തന്നെ. തീയതി മുഹൂർത്തവും കല്യാണ മണ്ഡപവും ഒന്ന് മാറിയെന്ന് മാത്രം. ആദ്യത്തെ കല്യാണക്കുറി നിങ്ങൾക്ക് തന്നെ തരാന്ന് വെച്ചു. മുടക്കാൻ വരുന്നെങ്കിലേ അതിനുള്ള തയ്യാറെടുപ്പ് നടത്താൻ സമയം വേണമല്ലോ. നിങ്ങളുടെ കളക്ടർ പുന്നാരമോളില്ലേ അകത്ത്? ഇല്ലെങ്കി വരുമ്പോ പറഞ്ഞാ മതി, കല്യാണം വിളിക്കാൻ കമലാക്ഷി വന്നിട്ട് പോയിന്ന്. കല്യാണം വിളിക്കാൻ മാത്രമല്ല, വെല്ലുവിളിക്കാൻ കൂടിയാണ്. എന്താ ആരുടെയും വായിൽ നാക്കൊന്നുമില്ലേ? ഓ, സംസാരിച്ചല്ലോ, പെരുമാറിയാണല്ലോ ശീലം. ആ ശീലം കൊണ്ട് ഒറ്റൊരുത്തിനെ ആ പരിസരത്ത് കണ്ടുപോകരുത്. കണ്ട രണ്ടു കാലിലും തിരിച്ചു പോകത്തില്ല. വാടാ, വാടാ. വേണ്ട, നീ അപ്പുറത്ത് പോ. പോവാൻ